ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മാസൺ ജാർ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മാസൺ ജാർസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പിക്കിൾ ജാമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലൊന്നും നിങ്ങളെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ബോട്ടിലാട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ബിയർ ബോട്ടിലും ഗ്ലാസ് ബോട്ടിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ അതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ബേസ് കോട്ട് അടിക്കുന്നത് ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോം മെയ്ഡായിട്ട് ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൗഡറും ഈ ഒരു ആക്രിലിക് പെയിൻറ്റും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടാൽക്കം പൗഡർ നമ്മൾ എത്ര അളവിലാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ പെയിൻറ്റ് എടുക്കാം. അപ്പോൾ പെയിൻറ്റ് എടുത്ത് നമ്മൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു പൗഡറിൻ്റെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ബേബി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസായിരിക്കും, അധികം തരിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടാപ്പ് ചെയ്യാനുള്ള ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു സ്പോഞ്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ടാൽക്കം പൗഡർ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ചോക്ക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണാനും. നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു കോട്ട് കൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സെക്കൻഡ് കോട്ട് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ 2 കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. നമ്മൾ ഈ പൗഡറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോക്ക് പെയിൻറ്റ് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകുന്നില്ല, നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പഴയ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഒരു സെക്കൻഡ് ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ക് പെയിൻറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റും അതുപോലെ ടാൽക്കം പൗഡറും കൂടി യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോക്ക് പെയിൻറ്റ് റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ചോക്ക് പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാൻ നല്ലൊരു ടെക്സ്ചറാണ്. ഇങ്ങനെ ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിന് വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വൈറ്റ് ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കിയിട്ട് ആ രണ്ടാമത്തെ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാതെ ആക്രിലിക് പെയിൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഇതുപോലെ 2 ബ്ലാക്കും വൈറ്റും ആയിട്ട് 2 ബോട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനെന്താ ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ആദ്യം തന്നെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വൈറ്റ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു ഡിസൈൻ ഇങ്ങനെ കാണുന്ന രീതിയിൽ അത്രയും തിന്നായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഡോട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഡോഗിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോണും പിന്നെ അതുപോലെ ഡോഗിൻ്റെ ഫുട് പ്രിൻ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡിസൈൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം ബഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള ഡിസൈനാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത്രക്കൊരു വൃത്തിയായിട്ട് കിട്ടില്ല. ഇത് പിന്നെ കുറച്ച് തിക്കായിട്ടുള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. എന്നാലും ഞാൻ ഫസ്റ്റ് ആ ഒരു ബോൺ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് കൊടുത്തു. പക്ഷേ എന്നാൽ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ അത്രക്കൊരു നീറ്റായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ഞാൻ ആ ഒരു ഫുട് പ്രിൻ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫുട് പ്രിൻറ്റിന് ഇതുപോലെ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു വൈറ്റിലേക്ക് ബ്ലാക്ക് കളർ നല്ല രസമുണ്ടല്ലോ, ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ബഡ്സ് യൂസ് ചെയ്തു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രക്കൊരു കംഫർട്ടബിളായി തോന്നില്ല. അതിൻ്റെ ഒരു ഷേപ്പൊന്നും അത്ര ഒരു വൃത്തിയായില്ല. പിന്നെ ഞാൻ തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഞാൻ മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു കേട്ടോ. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ പേര് ഇങ്ങനെ ബിയർ ബോട്ടിലൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ജാമിൻ്റെ അതുപോലെ പിക്കിളുടെ ഒക്കെ ബോട്ടിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസൺ ജാർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ ഡിസൈനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ഒരു ഫുഡ് പ്രിൻറ്റ് നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ബ്ലാക്ക് ബോട്ടിലാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബോട്ടിൽ അതുപോലെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2 കണ്ണുകൾ മാത്രമാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ണുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു കൃഷ്ണമണിയുടെ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഞാൻ ചിലതിനിങ്ങനെ നടുക്കും ചിലതിങ്ങനെ സൈഡായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഒഴിവാക്കിയിട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് ആ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ അട്രാക്ട് ചെയ്ത് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇരുട്ടത്ത് ഇങ്ങനെ കണ്ണ് മാത്രം കാണുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാനിതിലിങ്ങനെ കണ്ണിൻ്റെ ഒരു ഇത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ നോക്കുന്ന രീതിയിൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് ബോട്ടിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ആ ഒരു വൈറ്റും ബോട്ടിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. 2 ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെ പിക്ചർ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ബോട്ടിലെ പെയിൻ്റ് ഒന്ന് വെള്ളം തട്ടിയാലൊന്നും ഇളകി പോകുന്നില്ല. നമുക്കിതുപോലെ കിച്ചണിലെ ബോട്ടിലൊക്കെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളെ കിച്ചണൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ടോപ്പൊക്കെ ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യാം. നമുക്കിത് ഷോക്കേസിലൊക്കെ വെച്ചാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. കോർണർ ടേബിളിലൊക്കെ അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുമാണ്. പിന്നെ അതുപോലെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനുമാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ ക്രാഫ്റ്റിൻ്റെ ബ്രഷ് ഇട്ട് വെച്ചാലൊക്കെ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിത് ആ ഒരു ഇതിൻ്റെ മേലുള്ള ഒരു മൂടി വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ തന്നെ ഞാൻ ഇതിനൊരു ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു ബോ പോലെ ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വുഡ് വാർണിഷ് ആണുള്ളത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു വൈറ്റ് ഒക്കെ ചെറുതായിട്ട് ഒരു യെല്ലോയിഷ് കളറാകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ പിന്നീട് ഞാൻ പിക്ചർ വാർണിഷ് വാങ്ങിക്കുന്ന സമയത്ത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്യാപ്പൊക്കെ ഇങ്ങനെ റെസ്റ്റൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും ഇതുപോലുള്ള ഒരു ബോട്ടിൽസിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ബോട്ടിലൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതുപോലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഒരു ഷോ പീസായിട്ട് തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ഹായ് പറയുന്നത് ആർക്കൊക്കെയാണ് നോക്കാം. ദിയ പ്രവീൺ, അൽഷിഫ, സന ഷമൽ, മാജിദ ജുബിൻ, റന നിസാർ, അബിയ ഫാത്തിമ, ഫിദ ഫാത്തിമ, റോഷ്ന, വിൻസെൻറ്റ് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.